அண்ணன் நன்னா கும்பிட்டு நில்லு வீட்டில் சித்தி வாழும் ராஜாவுக்கு എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാൻ. നമസ്കാരം. പിണറായി പ്രേമം മൂത്ത് കമ്മി ജീവിതങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കാൻ നടന്ന ഒരു യൂട്യൂബറാണ് ഈ കൂരാപ്പിന് ജയിലിനുള്ളിലേക്ക് പോകുന്നത്. ശുദ്ധിയില്ലാത്ത മലയാള ഭാഷയിൽ കൃത്യച്ച് അസഭ്യങ്ങൾ ചൊല്ലി എന്ന് ദുരവസ്ഥയിൽ കുമാരനാശാൻ പാടിയതുപോലെയായിരുന്നു ഇതുവരെ രാജൻ ജോസഫിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ ആദ്യം ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങിയിരുന്നു. കമ്മികളാണ് വന്ന് ജാമ്യത്തിലേറ്റത്. അന്ന് രാത്രി തന്നെ പോയി വീണ്ടും ആ സ്ത്രീയെ അപമാനിച്ചു. അങ്ങനെയാണ് രണ്ടാമതും റിമാൻഡ് ചെയ്യപ്പെട്ടത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീനാദേവി കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. പിണറായി സർക്കാരിന് അതിജീവിതകളോട് എന്തൊരു കരുതലായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളിലൂടെ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആരെയെങ്കിലും കമ്മികൾ അപമാനിച്ചാൽ അതിന് യാതൊരു നടപടിയുമില്ല. എത്രയോ മാധ്യമപ്രവർത്തകരായ സ്ത്രീകളെ ഇവന്മാർ ആക്ഷേപിച്ചിരിക്കുന്നു. അത്തരം പരാതികൾ ചെല്ലുമ്പോഴെല്ലാം പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും പോലെ പിണറായി അങ്ങ് കണ്ണടയ്ക്കും. സകല സൈബർ ഗുണ്ടകൾക്കും അഴിഞ്ഞാടാൻ പറ്റിയ കാലമായിരുന്നു പിണറായി കാലം. സഹാത്തികളായ ഫെമിനിസ്റ്റുകൾക്ക് കിട്ടുന്ന കരുതലും കാരുണ്യവും ഒന്നും മറ്റാർക്കും കിട്ടുകയില്ല. ഓരോ നിമിഷവും ലോകമെയ്യും കൂരം പഖിലം ഞാൻ ഏറ്റുകൊള്ളാമെന്ന മട്ടിൽ മറ്റുള്ള സ്ത്രീകൾ കഴിഞ്ഞുകൊള്ളണം. ഞങ്ങൾ വലിയ സർവജ്ഞാനികളാണെന്നും ലോകം കുറെ കണ്ടവരാണ് എന്നുമുള്ള മട്ടിലാണ് ഈ രാജൻ ജോസഫും കൂട്ടാളി സിബി തോമസും കൂടി ഇവരുടെ വൈറ്റ് സ്വാൻ എന്ന ചാനലിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത്. അല്പമെങ്കിലും നിയമബോധമോ വെളിവോ വെള്ളിയാഴ്ചയോ ഉണ്ടെങ്കിൽ ഇവന്മാർ ഇത്തരം പരിപാടികൾ ഇങ്ങനെ ആവർത്തിക്കുമോ? ഒരു കേസിൽ ജാമ്യം കിട്ടുമ്പോൾ തന്നെ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന വ്യവസ്ഥയുണ്ടാകും. അതും കൂടി ചേർത്താണ് ജാമ്യം കൊടുക്കുന്നത്. എന്നാൽ അന്ന് രാത്രി ഉറങ്ങി എഴുന്നേൽക്കും മുമ്പ് തന്നെ വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുക. രാജൻ ജോസഫ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ദിവസം വീണ്ടും ചാനലിൽ വന്നിരുന്ന് ശ്രീനാദേവിക്കെതിരെ അസഭ്യങ്ങൾ മാത്രം പറഞ്ഞു. എന്തൊക്കെയോ തെളിവുകളുമായി വരുമെന്നും എല്ലാത്തിനെയും കാണിച്ചു തരാമെന്നും ഒക്കെ രണ്ടുപേരും കൂടി വെല്ലുവിളിച്ചു. അതും പോരാഞ്ഞ് രാജൻ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്രൂരമായ ഭാഷയിൽ അവരെ വീണ്ടും അപമാനിച്ചു. ആഹാ, അത് വായിച്ച് ഉൾപ്പുളകിതരായി നൂറുകണക്കിന് കമ്മികളാണ് രാജൻ ജോസഫിന് പിന്തുണ നൽകിയത്. ധൈര്യമായി മുന്നോട്ട് പൊയ്ക്കൊള്ളൂ സഖാവെ, ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ രാത്രി ജയിലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവന്മാരാരും കൂട്ടിനില്ല. മഞ്ചേരി കൂമൻകുളത്തുകാരനായ രാജൻ ജോസഫ് എന്ന യൂട്യൂബർക്ക് അടൂരൊരു പ്രാദേശിക നേതാവായി മാത്രം ഒതുങ്ങിയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയോട് എന്താണ് ഇത്ര വൈരാഗ്യം? CPI കാരിയായിരുന്ന ശ്രീനാദേവി ആ പ്രസ്ഥാനത്തെ പിന്നിലുപേക്ഷിച്ച് കോൺഗ്രസ്സുകാരിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും അവർ വീണ്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്നും കൂറുമാറി മത്സരിച്ചിട്ടും ജനം അവരെ തള്ളിക്കളഞ്ഞില്ല. അപ്പോൾ തന്നെ അറിയാമല്ലോ ആ സ്ത്രീ സമൂഹത്തിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ബന്ധങ്ങളും വോട്ടർമാർക്കിടയിൽ അവർക്കുള്ള സ്വാധീനവും. CPI എന്ന പ്രസ്ഥാനം ഈ സ്ത്രീയോട് കാണിച്ച ക്രൂരതകൾ സമാനതകളില്ലാത്തതായിരുന്നു. രാഷ്ട്രീയമായും മാനസികമായും അവരെ തളർത്താൻ തക്ക എല്ലാ പണികളും അവർ ചെയ്തു. അതിനെയെല്ലാം അതിജീവിച്ച് സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് പൊരുതിയാണ് അവരൊടുവിൽ പാർട്ടി വിട്ടത്. എന്നിട്ടും CPIക്കാർ അവരെ പുറകെ നടന്ന് പല വിധത്തിൽ ദ്രോഹിച്ചു. കഴിഞ്ഞ സർക്കാർ റേഷൻ കാർഡിൽ നിന്ന് പോലും അവരുടെ പേര് വെട്ടിമാറ്റി. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ബന്ധുക്കളെ സ്വാധീനിച്ച് കള്ളക്കേസുകൾ കൊടുപ്പിച്ചു. ഇപ്പോഴതും കുഴഞ്ഞ മട്ടിലാണ്. നാട്ടുകാരനും തൻ്റെ സുഹൃത്തുമായ രാഹുൽ മാങ്കൂട്ടം പീഡനക്കേസിൽപ്പെട്ടതോടെ ഇവരുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകളുണ്ടായി. രാഹുലിനെതിരെ അതിജീവിതകളെ സമാഹരിക്കാനിറങ്ങിയ മരംമുറിക്കാരൻ്റെ കള്ളത്തടി ചാനൽ ഒരു ദിവസം ശ്രീനാദേവിയെ വിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും ദോഷകരമായ അനുഭവം ഉണ്ടായോ എന്ന് അറിയാനായി. ഇതിനെതിരെ ശക്തമായി ശ്രീനാദേവി പ്രതികരിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. രാഹുലിനെതിരെ കിട്ടുന്നതെല്ലാം ശേഖരിച്ച് വെടിപൊട്ടിക്കാനിരുന്ന മരക്കുറ്റി ചാനലുകാരനും അന്തം കമ്മികൾക്കും അത് വലിയ ക്ഷീണമായി പോയി. അതോടെ ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ നോട്ടപ്പുള്ളിയായി. CPIയിൽ നിന്നും കോൺഗ്രസിലെത്തി അവർ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായതോടെ കമ്മികൾക്ക് ഇരിക്കപ്പുറതിയില്ലാതെയായി. CPI വിട്ട് കോൺഗ്രസിലെത്തിയതോടെ ശ്രീനാദേവിയുടെ പുതിയൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. പ്രസംഗങ്ങൾ കൊണ്ടും രാഷ്ട്രീയ ചിന്തകൾ കൊണ്ടും വായന കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും അവർ കരുത്തുറ്റ ഒരു വനിതയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അവരുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ കേട്ട് ജനങ്ങൾ അത്ഭുതം പൂണ്ടു. CPI എന്ന പ്രസ്ഥാനം അവരെ ഇതുവരെ ഇരുട്ടറയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ UDFന് വേണ്ടി രംഗത്തിറങ്ങി. ഭാഷാസ്വാധീനമില്ലാത്ത വാഴക്കുല ഡോക്ടറേറ്റ് മാത്രം സ്വന്തമാക്കിയ സഹാത്തികളും കപട ബുദ്ധിജീവികളും ധാരാളമുള്ള CPMന്
ശ്രീനാദേവിയുടെ പ്രസംഗങ്ങൾ ദഹിച്ചില്ല. അതോടെ കമ്മി പ്രൊഫൈലുകളും CPM-ന്റെ സൈബർ ചാവേറുകളും രാജൻ ജോസഫും സിബി തോമസും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേർത്ത് ശ്രീനാദേവിക്കെതിരെ കഥകൾ മെനഞ്ഞു. അവർക്കിപ്പോഴും ഇക്കിളി വിപ്ലവത്തിലാണല്ലോ താല്പര്യം. പിണറായി വിജയൻ താഴെ ഇറങ്ങുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെ എല്ലാ അന്തം കമ്മികൾക്കുമൊപ്പം അവരെ താങ്ങി നടന്ന യൂട്യൂബ് ചാനലുകാരും കഷ്ടത്തിലായി. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും VD സതീശൻ പറവൂരിൽ പരാജയപ്പെടുമെന്നും പ്രഖ്യാപിച്ചയാളാണ് രാജൻ ജോസഫിന്റെ കൂട്ടാളിയായ സിബി തോമസ്. മറ്റൊരു വെല്ലുവിളി VD സതീശന് നടത്താൻ വേണ്ടി സാധിക്കുമോ? 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതാണല്ലോ. 5000-ന് താഴെ ഭൂരിപക്ഷത്തിനാണ് VD സതീശൻ പറവൂർ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഏറ്റെടുക്കില്ല എന്നൊരു വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പായിട്ട് നടത്താനായിട്ട് VD സതീശന് സാധിക്കും. കേരള രാഷ്ട്രീയത്തെപ്പറ്റി അല്പമെങ്കിലും ബോധമോ വിവരമോ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമോ? ഭരണം മാറിയപ്പോൾ സമനില തെറ്റിയ മരക്കുറ്റി ചാനലുകാരനെ പോലെ ഈ രണ്ടുപേരും ദിവസവും ഇരുന്ന് അവിഹിത കഥകളും ഗർഭകഥകളും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും സതീശനെയും ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവർക്ക് കിട്ടിയ നല്ലൊരു ഇരയായിരുന്നു ശ്രീനാദേവി. അവരുടെ പേരിനൊപ്പമുള്ള കുഞ്ഞമ്മ എന്ന വിശേഷണമാണ് ഇവർക്കും കമ്മികൾക്കും വലിയ ഫലിതമാകുന്നത്. ചില നായർ കുടുംബങ്ങളിൽ സ്ത്രീകളുടെ പേരിനൊപ്പം വിശേഷണമായി അങ്ങനെ ചേർക്കാറുണ്ട്. രാഷ്ട്രീയത്തിലും നവോത്ഥാന ചരിത്രത്തിലും മുൻപും ഉണ്ടായിട്ടുണ്ട് കുഞ്ഞമ്മമാർ. കളത്തിപ്പറമ്പിൽ കുഞ്ഞമ്മയുടെ മകളായ KR ഗൗരിയമ്മയെ സഖാക്കൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഗൗരി കുഞ്ഞമ്മ എന്നായിരുന്നു. പുറക്കാട്ട് വെളുത്ത കുഞ്ഞമ്മയെ സഖാക്കൾക്കും സൈബർ കമ്മികൾക്കും അറിയാമോ എന്തോ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ പത്നിയായ അവർ കേരളത്തിൽ നടന്ന സ്ത്രീ ശാക്തീകരണ സമരങ്ങളിൽ ഒരു നിശബ്ദ വിപ്ലവകാരിയായിരുന്നു. അച്ചിപ്പുടവ സമരം മുതൽ ഏത്താപ്പ് സമരം വരെ അവർ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആഭാസങ്ങൾക്ക് നേരെ പുതിയ കാലത്ത് ധൈര്യത്തോടെ പ്രതിരോധിക്കാൻ ശക്തിയുള്ളൊരു കുഞ്ഞമ്മ തന്നെയാണ് ശ്രീനാദേവി. അന്തം കമ്മികളും സൈബർ ചാവേറുകളും എന്താഭാസത്തരവും മനുഷ്യർക്ക് മുമ്പിലിരുന്ന് വിളിച്ചു പറയും. ഇത്തരക്കാരായ രാജൻ ജോസഫും സിബി തോമസും ഈ പരിപാടി നിർത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും എളമരം കരീമിനെ പറ്റിയും റിയാസിനെ പറ്റിയും നമ്മൾ അവിഹിത കഥകൾ വല്ലതും സങ്കല്പിച്ചു കൂട്ടുമോ? പക്ഷേ രാജൻ ജോസഫ് അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടതുപോലെ ആ കഥകൾ കേൾക്കുമ്പോൾ വീണ റിയാസിൻ്റെ മനസ്സിലെന്തായിരിക്കും? എന്നാലും രാജൻ ജോസഫിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തപ്പോൾ അടൂരെ സഖാക്കൾ ഓടിയെത്തി അദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുത്തു. ഒരുപക്ഷെ തങ്ങളുടെ റിയാസ് ഭായിയെ പറ്റിയും കരീമക്കയെ പറ്റിയും രാജൻ ജോസഫ് പറഞ്ഞ തെമ്മാടിത്തരം അവന്മാർ കേട്ടിട്ടുണ്ടാകില്ല. അക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടെ രണ്ടാമത്തെ അറസ്റ്റിൽ ആരെയും ജാമ്യമെടുക്കാൻ പരിസരത്ത് കണ്ടില്ല. ഈ രാജൻ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാനിറങ്ങിയ ഒരു നവോത്ഥാന നായികയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അതോടെയാണ് രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ശക്തമായി അങ്ങ് തിരിഞ്ഞത്. ഞങ്ങളെ തൊട്ടാൽ ഷാഫി പറമ്പിലിനും രാഹുലിനുമെതിരെയുള്ള തെളിവുകൾ കൂടുതൽ പുറത്തു വരുമെന്നൊക്കെയാണ് രണ്ടുപേരുടെയും ഭീഷണി. മുഖ്യമന്ത്രി VD സതീശൻ കൂടി അറിഞ്ഞാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും ഇനി സതീശൻ അനുഭവിക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. വിചാരണ സമയത്ത് കോടതി ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്ന മാത്രയിൽ തന്നെ രാജൻ ജോസഫിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അത്ഭുതമില്ല. അമ്മാതിരി കൊള്ളുവില്ലാഴികകളാണ് ഇയാൾ എഴുതി വെച്ചതെല്ലാം. കമ്മിക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു തീപ്പൊരി വനിതാ നേതാവ് ഉണ്ടായാൽ അതൊരു ധീര വനിതയായി മാറും. എന്നാൽ മറുപക്ഷത്ത് ഏതെങ്കിലും സ്ത്രീകൾ വിദ്യാഭ്യാസം കൊണ്ടോ രാഷ്ട്രീയ ചിന്തകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ മനുഷ്യരെ അല്പമെങ്കിലും സ്വാധീനിച്ചാൽ അതോടെ അന്തം കമ്മികൾക്ക് ആവലാതിയാകും, കിടക്കപ്പുറതി ഇല്ലാതെയാകും. വാഴക്കുല ഡോക്ടറേറ്റുകാർ ചിന്താ ജെറോമിനെയും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെയും ഒരേ വേദിയിലിരുത്തിയൊരു സംവാദം നടത്തി നോക്കുമ്പോൾ അറിയാം ചെമ്പും പത്തരമാറ്റും എന്താണെന്ന്.